നമസ്കാരം പ്രിയമുള്ളവരെ, തിരുവനന്തപുരത്ത് ഒരു 25 സെന്റ് മാണി സ്മാരകത്തിനു വേണ്ടി വാങ്ങി കേരള കോൺഗ്രസ് എം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായ തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരുക എന്നതുകൊണ്ട് എടുത്തത് എന്ന് വ്യക്തമാണ്. കാരണം നമ്മൾ ഈ അടുത്ത സമയങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനവുമൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരുന്നു എന്ന് വ്യക്തമാണ്. കാരണം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൊതു സ്വഭാവം, അതിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധമാണ്, UDF-നൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് അവലോകനം ചെയ്താൽ പോലും LDF-ലെ മറ്റുള്ള ഘടകകക്ഷികളൊക്കെ വലിയ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ കേരള കോൺഗ്രസ് മത്സരിച്ച 12 സീറ്റുകളിൽ 5 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ഒരു ശരാശരി പ്രകടനത്തിനും താഴെയായിരുന്നു. മറ്റു LDF-ലെ ഘടകകക്ഷികൾ എടുത്തു നോക്കിയാൽ ശരാശരി പ്രകടനത്തിനും താഴെയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനം എന്ന് വ്യക്തമാണ്. നേരത്തെ CPI നേതാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എം LDF-ലെത്തിയാൽ പോലും ആ വോട്ട് പൂർണ്ണമായും LDF-ലെത്തില്ല എന്ന കാനം രാജേന്ദ്രൻ്റെ വീക്ഷണം ശരിയായിരുന്നു എന്നത് 2021 ഇലക്ഷൻ റിസൾട്ട്, നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ വ്യക്തമാണ്. അതിന് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ബലത്തിൽ കോട്ടയം ജില്ലയിൽ LDF-ന് വലിയ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ അത് ടോട്ടൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ LDF-ലെത്തിയത് കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയം ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ചും റാന്നി പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ വിജയം വെറും 1000-ലധികം വോട്ടുകൾക്ക് മാത്രമായിരുന്നു എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനം LDF-ൽ എത്തിയതിനു ശേഷം വളരെ തുലവും ശരാശരിക്കും താഴെയായിരുന്നു എന്ന് വ്യക്തമാണ്. അതിനുശേഷം നടന്ന പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോട്ടകളിൽ കോൺഗ്രസിൻ്റെ നല്ല പ്രകടനം, അഥവാ ആ സ്ഥലങ്ങളിലൊക്കെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് വന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ തട്ടകമായ കോട്ടയം ലോക്സഭാ സീറ്റിൽ പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടകളിലൊക്കെയും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ കടന്നുകയറ്റമുണ്ടായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ എന്നതും വസ്തുതയാണ്. ആകെ 1200-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം 777 സീറ്റുകളിലും തോറ്റു എന്ന വിലയിരുത്തലും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതായത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് കേരള കോൺഗ്രസ് എം UDF-ലേക്ക് തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉയരുന്നത്. നമ്മൾ ഈ വിശകലനങ്ങളൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ KM മാണി നിഷേധിക്കുന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ ഒരു വിഭാഗം UDF-ലേക്ക് മടങ്ങിപ്പോകുവാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സമയോചിതമായി ഇടപെട്ടു. അദ്ദേഹം റോഷി അഗസ്റ്റിനെയും ഒപ്പം പ്രമോദ് നാരായണനെയും, അതായത് റാന്നി MLA-യും സ്വാധീനിച്ചു. അങ്ങനെ അവരെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിഞ്ഞു. റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിക്ക് നിർദ്ദേശം നൽകി, ഏതെങ്കിലും കാരണവശാൽ UDF-ലേക്ക് കേരള കോൺഗ്രസ് എം പോവുകയാണെങ്കിൽ പാർട്ടി പിളരുന്നതിന് കാരണമാകുമെന്ന്. അതായത് ഈ അവസരത്തിൽ ഒരു പക്ഷേ പാർട്ടിയുടെ പിളർച്ച അത് കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതൽ ദുർബലമാക്കും എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ ഒന്നായി നിർത്തുവാൻ വേണ്ടിയിട്ട് LDF-ൽ തന്നെ തുടരുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും സത്യസന്ധമായ നിർവചനം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില ഇടങ്ങളിൽ നിന്നുള്ള വാർത്താമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ സോളാറുമായി ബന്ധപ്പെട്ട്, സരിതയുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയുടെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ജോസ് കെ മാണി ഇതുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തി, തങ്ങൾ UDF-ൽ പോവുകയാണെങ്കിൽ അത് കേസ് വീണ്ടും കുത്തിപ്പൊക്കും എന്നൊക്കെയുള്ള ചില നിഗമനങ്ങളുമൊക്കെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഈ സമയം. എന്തായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ പിതാവുണ്ടാക്കിയ കേരള കോൺഗ്രസ് എമ്മിൽ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ മങ്ങിത്തുടങ്ങുന്നു. ആ പാർട്ടിയെ റോഷി അഗസ്റ്റിൻ ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് UDF-ലേക്ക് പോകുവാൻ തയ്യാറായിരുന്ന കേരള കോൺഗ്രസ് എം തൽക്കാലത്തേക്ക് ആ നടപടികൾ മരവിപ്പിച്ചുകൊണ്ട് തന്നെ LDF-ലേക്ക് തുടരണം എന്ന തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹം UDF-ലേക്ക് പോയാൽ UDF-ലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കരാറുണ്ടാകുന്നത്, ഒരു നിർദ്ദേശമുണ്ടാകുന്നത് മാണി സി കാപ്പനെ മറ്റേതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിലേക്ക് മാറ്റി അവിടെ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കും.
മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് ഒന്നിലധികം വിജയിക്കാവുന്ന സീറ്റുകൾ കൊടുക്കുമെന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് നിന്ന് ജോസ് കെ മാണി വിജയിച്ചു വരുവാനും മന്ത്രിയാകുവാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസരത്തിൽ UDF-ലാണെങ്കിൽ കേരള കോൺഗ്രസിന് എമ്മിന് ഒരു മന്ത്രി മാത്രമേ ലഭിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ജോസ് കെ മാണി ആയിരിക്കും. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിന് സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചും LDF-ൽ തുടരുന്നതാണ് നല്ലത്. കാരണം പിണറായി വിജയനുമായിട്ട് കുറച്ചുകൂടി നല്ല ബന്ധം ഉള്ള ഒരാളാണ് റോഷി അഗസ്റ്റിൻ. മാത്രമല്ല റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് LDF-ലാണെങ്കിൽ ജോസ് കെ മാണി പാലയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ മാണി സി കാപ്പൻ അദ്ദേഹത്തെ തോൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ഏതെങ്കിലും വിധത്തിൽ LDF അധികാരത്തിൽ വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മന്ത്രി ജോസ് കെ മാണി പാലയിൽ തോക്കുന്ന പക്ഷം റോഷി അഗസ്റ്റിനായിരിക്കും. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയേക്കാൾ തൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹം കേരള കോൺഗ്രസ് LDF-ൽ തന്നെ ഉറപ്പിച്ചു നിൽക്കുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയത്. മറ്റൊരു MLA റാന്നിയിലെ പ്രമോദ് നാരായണൻ, അദ്ദേഹത്തെ സംബന്ധിച്ചും UDF-ലേക്ക് കേരള കോൺഗ്രസ് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വരും എന്ന ഒരു ചർച്ചയും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മഹത്യപരമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം LDF-ലേക്ക് ഉറച്ചു നിൽക്കുവാൻ കേരള കോൺഗ്രസ് എമ്മിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയത്. പിന്നെ ജയരാജിൻ്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം പൊതു തീരുമാനത്തിനനുസരിച്ച് കൂടുതൽ ഭൂരിപക്ഷ തീരുമാനത്തിനനുസരിച്ച് നിന്നു എന്നതാണ്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ജോബ് മൈക്കിളുമൊക്കെ ജോസ് കെ മാണിയെ പിന്തുണച്ചുവെങ്കിലും 3 MLA-മാർ LDF-ൽ തുടരണം എന്ന ഒരു അഭിപ്രായം ഉണ്ടായതുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ പേരിൽ ജോബ് മൈക്കിളിൻ്റെയും ഒപ്പം സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെയും അഭിപ്രായങ്ങൾ അവിടെ വിലക്കെടുക്കാതെ പോവുകയാണ് ഉണ്ടായതെന്ന രാഷ്ട്രീയ നിഗമനമാണ് നടത്തപ്പെടുന്നത്. എന്തായാലും LDF-ൽ തന്നെ കേരള കോൺഗ്രസ് എം തുടരുവാനുള്ള തീരുമാനം അത് ആത്മഹത്യാപരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങളിലും UDF-ൻ്റെ വ്യക്തമായ മേധാവിത്വം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ഈ നിലയിൽ പോവുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സംപൂജ്യരായേക്കാം. ഒരുപക്ഷെ പൂഞ്ഞാറിലെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളൊക്കെ PC ജോർജിനെതിരെ കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ട് ഒരുപക്ഷെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മാത്രം വിജയിച്ച് MLA ആകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷി അഗസ്റ്റിനെ UDF ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. റോഷി അഗസ്റ്റിനാണ് കേരള കോൺഗ്രസ് എം UDF-ൽ എത്തുന്നത് തടഞ്ഞത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് നേതാവ് റോഷി അഗസ്റ്റിനെതിരെ മത്സരിപ്പിക്കും എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് നിഷാ പുരുഷോത്തമനാണ്. മനോരമയിലെ മാധ്യമപ്രവർത്തകയായ നിഷാ പുരുഷോത്തമൻ, അവർക്ക് വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അവർ ഇപ്പോൾ മത്സരിക്കും എന്നാണ് ഇടുക്കിയിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇടുക്കിയെ സംബന്ധിച്ച് അവിടെ 10 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാപനങ്ങളിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 10ലും UDF ആണ് ഇപ്പോൾ അധികാരത്തിലുള്ളത് എന്ന വലിയ ഒരു നേട്ടം UDF-ന് സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ആ സീറ്റ് വാങ്ങിച്ച് കോൺഗ്രസ് അവിടെ നിഷാ പുരുഷോത്തമനെ മത്സരിപ്പിക്കും എന്ന ഒരു ചർച്ചയാണ് ഇടുക്കി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.